ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന, അതായത് 23/11/2024 നടന്ന LGS എക്സാമിൻ്റെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 165/24M ക്വസ്റ്റ്യൻ കോഡ് D ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരെന്നാണ്. ആൻസർ ദിവ്യ ദേശ്മുഖ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, ദിവ്യ ദേശ്മുഖ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം എവിടെയാണെന്നാണ്. ഇറ്റലിയാണ്. ഓപ്ഷൻ എ, ഇറ്റലിയാണ് ആൻസറായി വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതെന്നാണ്. ഓപ്ഷൻ എ, സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശമാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ്. ആർട്ടിക്കിൾ 24 ആണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതെന്നാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് 3 സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് ആൻസറായി വരുന്നത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ആരെന്നാണ്. അത് മമ്മൂട്ടിയാണ്. ഓപ്ഷൻ ബി, മമ്മൂട്ടിയാണ് 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരെന്നാണ്. ഓപ്ഷൻ ബി, ഓസ്ട്രേലിയയാണ് ആൻസറായി വരുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്. കക്കാട് ജലസേചന പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതെന്നാണ്. അപ്പോൾ ചക്ക ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. ഓപ്ഷൻ സി ആണ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മരാജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരെന്നാണ്. ഓപ്ഷൻ സി ആണ്, സുമതിയാണ് ആൻസറായി വരുന്നത്. 11, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാൻ പദ്ധതിയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സഫേദാർ സാഗർ എന്നാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സഫേദാർ സാഗർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരെന്നാണ്. ഓപ്ഷൻ എ, മനു ഭാക്കർ ആണ്. മനു ഭാക്കർ ആണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് മനു ഭാക്കർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 14ാമത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ്. അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അത് കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. രണ്ടാമത്തത്, ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 പൂർവ്വരേഖാംശം. മൂന്നാമത്തത്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാക്കോൾ. നാലാമത്തത്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് ആൻസറായി വരുന്നത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ക്വസ്റ്റ്യന്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. രണ്ടാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹീരാക്കുഡാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. നാലാമത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ.
ഇതിലേതാണ് ആൻസറായി വരുന്നത്? ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ 2ഉം 4ഉം ആണ് ശരിയായത്. ഏതൊക്കെ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാക്കുഡ് എന്നുള്ളതും, അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്നുള്ളതാണ് ശരിയായി വരുന്നത്. ഓപ്ഷൻ സി. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണെന്നുള്ളതാണ്. ഇതിൽ നോ ആൻസർ ആണ്. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഒന്നാമത്തേത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. മൂന്നാമത്തേത് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇതിൽ ബന്ധമില്ലാത്തതായത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം, അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് പാർലമെൻ്റ് അല്ല. അതുപോലെ തന്നെ മൂന്നാമത്തത് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയുമല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഒന്നാമത്തെ പ്രസ്താവന ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച. രണ്ടാമത്തത് ഗുണപരമായ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തത് ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. നാലാമത്തത് സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അത് 3 മാത്രമാണ് ശരിയുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഉൽപാദനത്തിനും വരുമാനത്തിനുമുള്ള വർധനവാണ് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതെന്നാണ്. ഓപ്ഷൻ ഡി 1988 ആണ് ആൻസറായി വരുന്നത്. 1988 ദേശീയ വനനയം നിലവിൽ വന്ന വർഷം. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതെന്നാണ്. IUCN ആണ്. ഓപ്ഷൻ എ IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന IUCN. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഓപ്ഷൻ ബി സൗദി അറേബ്യ. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്തെന്നാണ്. സിഗ് ആണ് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് ആണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. ഓപ്ഷൻ ബി. 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തത് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. 2 അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. മൂന്നാമത്തത് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. 4ാമത്തത് പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന 2ഉം 4ഉം ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. അതായത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, അതുപോലെ പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് പോർട്ടൽ സിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതെന്നാണ്. നിലമ്പൂർ നാച്ചുറൽ പാർക്കാണ് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. നിലമ്പൂർ. ഓപ്ഷൻ സി. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എംബോക്സ്. ഓപ്ഷൻ എ എംബോക്സ് എന്ന രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഓപ്ഷൻ എ എംബോക്സ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ ബി ആസാം ആണ്. ഓപ്ഷൻ ബി ആസാം ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്തത്. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ്.
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു കർമ്മ പദ്ധതിയുടെ പേരെന്തെന്നാണ്? ഓപ്ഷൻ എ കർസാപ്പ് ആണ് അല്ലേ. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനം, അതായത് ആൻറ്റിബയോട്ടിക്കിനൊക്കെ എതിരെയുള്ള ഒരു പോരാടാനുള്ളൊരു സംഘടനയാണ് ഇത് കർസാപ്പ് എന്ന്. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതെന്നാണ്? അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ, പ്ലാസ്മോഡെസ്മേറ്റയാണ് ആൻസറായി വരുന്നത്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് പ്ലാസ്മോഡെസ്മേറ്റ, ഓപ്ഷൻ സി. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ്, നെഗ്ലേറിയ ഫൈലേറി ആണ് ആൻസറായി വരുന്നത്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം പദ്ധതിയാണ്. പദ്ധതിയെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എല്ലാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ആരോഗ്യ പദ്ധതിയും സാമൂഹികക്ഷേമ പദ്ധതിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതെന്നാണ്? ഓപ്ഷൻ ബി പ്ലൂറയാണ് ആൻസറായി വരുന്നത്. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ, ഓപ്ഷൻ ബി. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയത് ആർക്കൊക്കെ എന്നാണ്? 3 പേർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം 3 പേർക്ക് ലഭിച്ചു, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 37ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്നാണ്? ഓപ്ഷൻ ബി കരളാണ് ആൻസറായി വരുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതെന്നാണ്? ഓപ്ഷൻ ബി മലമ്പനിയാണ് പ്രോട്ടോസോവ രോഗം. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതെന്നാണ്? ഓപ്ഷൻ സി ഫൈബ്രിനോജൻ ആണ് ആൻസർ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ, ഓപ്ഷൻ സി. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ്? ഓപ്ഷൻ സി EEG ആണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം, ഓപ്ഷൻ സി ആണ്. 41ാമത്, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നുള്ളത് ആരുടെ പ്രസ്താവനയാണെന്നാണ്? ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു ആണ് ഇങ്ങനെ പറഞ്ഞത്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക് പ്രഭു, ഓപ്ഷൻ സി. 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ്? ഒന്നാമത്തെ പ്രസ്താവന, കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. രണ്ടാമത്തത്, ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വതന്ത്ര സമര നായിക. മൂന്നാമത്തത്, ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഓപ്ഷൻ ബി 1 മാത്രം ശരിയെന്നുള്ള, അതായത് കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫുൾ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും ഉള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനും എല്ലാം SCERT ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കാണാത്തവർ അത് പോയി കാണുക. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതെന്നാണ്? ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതെന്നാണ്? ഓപ്ഷൻ സി ആണ് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനമാണ് മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് സ്ഥാപിച്ച സംഘടന, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയിയുടെ തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെ എന്നാണ്? അത് 1 അമൃത് ബസാർ പത്രിക കൊടുത്തിട്ടുണ്ട്, 2 സ്വദേശി ചിത്രം, 3ാമത്തത് മിറാത്തുൽ അക്ബർ, 4ാമത്തത് സംവാദ് കൗമുദി. ഇതിൽ ആൻസറായി വരുന്നത് 3ഉം 4ഉം എന്നുള്ള, അതായത് മിറാത്തുൽ അക്ബറും 4 സംവാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ, ഓപ്ഷൻ ബി ആണ് ആൻസർ.
അടുത്തത് 46-ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതെന്നാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗലാണ് ജന്മദേശം. ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗൽ. 47-ാമത്തെ ക്വസ്റ്റ്യൻ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കെന്നാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക എന്നാണ്. ഒന്നാമത്തത് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണെന്നാണ് ചെറുകുടൽ. രണ്ടാമത്തത് വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ എന്നാണ്. മൂന്നാമത്തത് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് എന്നാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ സി 1ഉം 2ഉം എന്നുള്ള ആൻസറാണ്. അതായത് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം നമ്മുടെ ചെറുകുടലാണെന്നാണ്. രണ്ടാമത്തത് വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗവും ചെറുകുടലാണെന്നുള്ളതാണ് ആൻസറായി വരുന്നത്. ഓപ്ഷൻ സി 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ. 49-ാമത്തെ ക്വസ്റ്റ്യൻ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്? ഓപ്ഷൻ എ വിറ്റാമിൻ എ ആണ്. ഈ ഒരു അസുഖത്തിൻ്റെ പേര് നിശാന്തത എന്നാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അസുഖമാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത വരുന്നത്. ഇനി 50-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് എന്നാണ്? ഓപ്ഷൻ ബി നാളികേരമാണ്. കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി നാളികേരമാണ് ആൻസറായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 51-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക. രചയിതാക്കളെയും കൃതികളെയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. അതായത് ഒന്ന് വരാഹമീരൻ്റെ കൃതിയാണ് ലഘുജാതകം. രണ്ടാമത്തത് കാളിദാസൻ്റെത് വിക്രമോർവശീയം. മൂന്നാമത്തത് ഡി ആണ് വിശാഖദത്തൻ മുദ്രാരാക്ഷസം. ഇനി ശുദ്രകൻ ഏതാണ്? മൃച്ഛഘടികം എന്നുള്ള കൃതിയാണ്. ഇനി 52-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതെന്നാണ്? PSLV C-57. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു വർഷം നടന്നിട്ടുള്ള ഒരുപാട് LDC അതുപോലുള്ള എല്ലാ എക്സാമുകൾക്കും റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഒരു ആദിത്യ L1 ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റ് നന്നായിട്ട് നോക്കണം. അപ്പോൾ 52-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഓപ്ഷൻ എ PSLV C-57. അടുത്ത 53-ാമത്തെ ക്വസ്റ്റ്യൻ. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന്? ഓപ്ഷൻ ഡി അഗസ്ത് കോന്തയാണ് ആൻസറായി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 54-ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു എന്നാണ്? അത് തെക്കേ അമേരിക്ക. ഓപ്ഷൻ ബി തെക്കേ അമേരിക്കൻ രാജ്യമാണ് 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡേഷ് ദിന സന്ദേശം. ഓപ്ഷൻ സി ആണ് മണ്ണ് ദിനമാണ് ആൻസറായി വരുന്നത്. മണ്ണ് ദിനത്തിൻ്റെ തീമായിരുന്നു മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം. 2023 മണ്ണ് ദിനത്തിൻ്റെ ലോക മണ്ണ് ദിനത്തിൻ്റെ തീമായിരുന്നു. അടുത്തത് 56-ാമത്തെ ക്വസ്റ്റ്യൻ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ്? ഓപ്ഷൻ എ രാസോർജ്ജമാണ്. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണെന്നാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ എന്ന്. ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. 2 വിവിധ മൂലകങ്ങൾ ആറ്റങ്ങൾ വ്യത്യസ്തവും മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. 3-ാമത്തെ പ്രസ്താവനയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 4-ാമത്തെ പ്രസ്താവന. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിക്കപ്പെടുന്നുമില്ല. ആറ്റങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്നാണ്? ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ് എന്നാണ് ആൻസർ. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നാണ് ആൻസറായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 59-ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ധാതുക്കളും അയിരാണ്, അതുപോലെ എല്ലാ അയിരും ധാതുക്കളാണ്. 3-ാമത്തത് അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്? ശരി തെറ്റെന്നാണ്? ഓപ്ഷൻ എ 2 മാത്രം ശരിയാണെന്ന്
ഓപ്ഷനാണ് വരുന്നത്. അതായത് എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നുള്ളതാണ് ശരിയായി വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് എന്നാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ചാ പ്രതിരോധം. ഇതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം. ഓപ്ഷൻ എ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ എന്നാണ്. ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ആൻസർ. കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്തെന്നാണ്. അതിൽ പ്രസ്താവനകൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, രണ്ടാമത്തത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരിയാണെന്നുള്ളതാണ് ആൻസർ. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ്. പാലക്കാട് ജില്ലയിലാണ് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതെന്നാണ്. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം ഹീറോ എന്നറിയുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് എവിടെയെന്നാണ്. കോലത്തുനാടാണ്. കേരളത്തിലെ ആദ്യ രാജവംശം ഏതാണ്? മൂഷക വംശമാണ്. കോലത്തുനാടാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. ഓപ്ഷൻ സി ആൻസറായി വരുന്നത്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്. ഓപ്ഷൻ സി 30% ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി. 67ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണെന്നാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് വയനാട് ജില്ലയിൽ. ഓപ്ഷൻ ബി ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ്. ഓപ്ഷൻ ബി ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതെന്നാണ്. ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കാനുള്ള. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒന്നാമത് റീഡ് തവള കക്കയത്താണ്. അതുപോലെ ചാമ്പൽ മലയണ്ണാൻ ബി ആണ്. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ഓപ്ഷൻ സി സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. വരയാട് കാണപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 71ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരെന്നാണ്. ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ. ഓപ്ഷൻ ബി. അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആമുഖമൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 72ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതെന്നാണ്. ഓപ്ഷൻ ബി ആണ്. നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതിയാണ് അവസാനത്തെ ഭേദഗതി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ളത്. അത് ഇത് കൊടുത്തിട്ടുള്ള സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇതിൽ ഓപ്ഷൻ എ 1ഉം 3ഉം ശരി എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, അതുപോലെ സാശ്രയത്വം. ഇതായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം എന്നാണ്. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ഇവ 3ഉം ശരിയാണെന്നുള്ളതാണ് ആൻസറായി വരുന്നത്. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ C.S. കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അതായത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം.
യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതിലേതാണ് ഡോക്ടർ DS കോത്താരിയുടെ കമ്മീഷൻ്റെ ശുപാർശകൾ എന്നാണ്. ഓപ്ഷൻ ബി 2ഉം 4ഉം എന്നുള്ളതാണ് ആൻസറായി വരുന്നത്. അതായത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതാണ് ആൻസറായി വരുന്നത്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണെന്നാണ്. ഓപ്ഷൻ എ ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഓപ്ഷൻ സി ആണ് ആൻസർ. 78ാമത്തെ ക്വസ്റ്റ്യൻ. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതെന്നാണ്. 2003 അല്ലേ പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോലയൊക്കെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം 2003. ഓപ്ഷൻ എ ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ വിസ്തൃതിയാണ് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 80ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ്. ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇനി വരുന്ന ക്വസ്റ്റ്യൻ മാത്സിലുള്ളതാണ്. 81ാമത്തത് ഒറ്റയാൻ ആരെന്നാണ്. ഓപ്ഷൻ ബി 47 ആണ് ആൻസറായി വരുന്നത്. 82ാമത്തത് 1 ലക്ഷത്തിന് എത്ര 100 ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 1000 ആണ് ആൻസർ. 83ാമത്തത് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര എന്നാണ്. ഓപ്ഷൻ എ 3 ആണ് ആൻസറായി വരുന്നത്. ഇനി 84ാമത്തെ ക്വസ്റ്റ്യൻ. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9ാമതും പിന്നിൽ നിന്ന് 15ാമതുമാണ്. എന്നാൽ ക്യൂവിലാകെ എത്ര പേരുണ്ട് എന്നാണ്. ഓപ്ഷൻ ബി 23 ആണ് ആൻസർ. 85ാമത്തെ ക്വസ്റ്റ്യൻ. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏതെന്നാണ്. 2052 ആണ് അല്ലേ ആൻസറായി വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 86ാമത്തെ ക്വസ്റ്റ്യൻ. പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻ എ 873 ആണ് ആൻസർ. ബാക്കി വരുന്നതെല്ലാം പൈതഗോറസ് ത്രികങ്ങൾ പെടുന്നവയാണ്. ഓപ്ഷൻ എ 873 ആണ് ആൻസർ. അടുത്തത് ഒരു ബോർഡ് മാസ് റൂൾ അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 87ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ. 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര എന്നുള്ളതാണ്. ഇതിൽ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല, അത് നോ ആൻസർ എന്നാണ്. ഇനി 89ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ വലിയ സംഖ്യ ഏതെന്നാണ്. അത് 17/5 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. ഇനി 1.1 × 1.11ൻ്റെ വില കാണുക എന്നുള്ളതാണ് 90ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 1.221 ആണ് ആൻസറായി വരുന്നത്. ഇനി 91ാമത്തെ ക്വസ്റ്റ്യൻ. തുക കാണുക എന്നുള്ളതാണ്. 3 + 6 + 9 + +19 എന്നാണ്. ഓപ്ഷൻ എ 1395 ആണ്. ഓപ്ഷൻ എ ആണ് 91ൻ്റെ ആൻസർ. 92ാമത്തെ ക്വസ്റ്റ്യൻ. എ ബിയുടെ അച്ഛനാണ്, സി ഡിയുടെ സഹോദരനാണ്. ഈ സിയുടെ അമ്മയാണ്. ബിയും ഡിയും സഹോദരന്മാരാണ്. ഇക്ക് എയുമായുള്ള ബന്ധം എന്താണെന്നാണ്. ഓപ്ഷൻ എ ഭാര്യ എന്നാണ് ആൻസറായി വരുന്നത്. 92 ഓപ്ഷൻ എ ആണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോയ്സ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി നൈഫ് എന്നുള്ളതാണ് ആൻസറായി വരുന്നത്. ഇനി 94ാമത്തെ ക്വസ്റ്റ്യൻ ബോർഡ് മാസ് ഉപയോഗിച്ചുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസറായി വരുന്നത്. 12 എന്നുള്ളതാണ് 94ാമത്തിൻ്റെ ആൻസർ. ഓപ്ഷൻ എ. 95 എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ എന്നുള്ളതാണ്. അപ്പോൾ 95 നമുക്ക് ഓപ്ഷൻ സി x+y ആണ് ആൻസറായി കിട്ടുന്നത്. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ. √x/221 = 2 ആയാൽ എക്സിൻ്റെ വില എന്തെന്നാണ്. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി 884 ആണ് 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരുന്നത്.
അടുത്തത് 97-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10 സംഖ്യകളുടെ ശരാശരി 23 അതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ ശരാശരി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 27 ആണ് ആൻസറായി വരുന്നത്. 98-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? 8000 ആണ് ആൻസറായി വരുന്നത്. അടുത്ത 99-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 100-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2, 11, 32. ഇനി അടുത്ത സംഖ്യ ഏതാണെന്നാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനാണ്. അത് ഓപ്ഷൻ എ 71 ആണ് ആൻസറായി വരുന്നത്. അപ്പോൾ നമ്മുടെ 100 ക്വസ്റ്റ്യൻസും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. Okay friends, thank you.